എത്രയും ബഹുമാനപ്പെട്ട ട്രംപ് വായിച്ചറിയാൻ ട്രംപിന് തുറന്ന കത്തുമായി BLA നേതാവ്. അങ്ങ് കേട്ടത് ശരിയാണ്, എണ്ണ നിക്ഷേപമുണ്ട്, എന്നാൽ അത് പാകിസ്ഥാനിലല്ല. പോയ വാരം പാകിസ്ഥാന്റെ എണ്ണ പര്യവേഷണത്തിനായി ട്രംപ് കരാർ ഒപ്പിട്ടിരുന്നു. പാകിസ്ഥാനിൽ വമ്പൻ എണ്ണ നിക്ഷേപമുണ്ടെന്നും അത് ഇന്ത്യക്ക് വിൽക്കുന്ന കാലം വരുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഈ പരാമർശത്തിൽ ട്രംപിനൊരു തുറന്ന കത്തയച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നേതാവ് മിർ യാർ ബലൂച്ച്. പ്രിയപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റെ, അങ്ങ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് കത്തിന്റെ രത്നചുരുക്കം. മേൽ പറഞ്ഞതുപോലെ ടു ദ ഓണറബിൾ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാണ് തുടക്കം. വമ്പൻ എണ്ണ ധാതു ശേഖരമുണ്ടെന്ന് അങ്ങ് കേട്ടതൊക്കെ ശരി തന്നെ, പക്ഷെ അതുള്ള പ്രദേശം ലേശം മാറിപ്പോയി. പാകിസ്ഥാനി സൈനിക നേതൃത്വം, എടുത്തു പറഞ്ഞാൽ ജനറൽ അസീം മുനീറിനാൽ അങ്ങ് ദയനീയമായി പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എവിടെയാണിത്, ആരാണ് ഉടമസ്ഥർ എന്നിവയിലൊക്കെ അവർ അങ്ങേക്ക് തെറ്റായ വിവരമാണ് നൽകിയിരിക്കുന്നത്. ഇതുവരെ ഉപയോഗിക്കാത്ത എണ്ണ, പ്രകൃതിവാതകം, ചെമ്പ്, ലിഥിയം, യുറേനിയം, അപൂർവ ധാതുക്കൾ എന്നിവ അങ്ങ് കരുതും പോലെ പാകിസ്ഥാനിലെ പഞ്ചാബിലല്ല, അവ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനിലാണ്. ചരിത്രപരമായി പരമാധികാരമുള്ള ഈ രാജ്യം നിലവിൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു. രാഷ്ട്രീയ സാമ്പത്തിക നേട്ടത്തിനായി ഈ പ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന പരാമർശത്തിലൂടെ പാകിസ്ഥാൻ മനഃപൂർവ്വം ഇത് ദുരുപയോഗം ചെയ്യുകയാണ്. ISIയുടെ പ്രവർത്തനപരവും സാമ്പത്തികവുമായ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് പാകിസ്ഥാൻ പണം ഉപയോഗിക്കുന്നത്. ആഗോള ഭീകര ശൃംഖലകൾ വികസിപ്പിക്കാനും കൂടുതൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാനും 9/11 അനുസ്മരിപ്പിക്കുന്ന വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് വഴിവെക്കാനും ഇത് കാരണമാകും. മാത്രവുമല്ല, ബലൂചിസ്ഥാനിലെ മോഷ്ടിക്കപ്പെട്ട വിഭവങ്ങളിൽ നിന്നുള്ള ലാഭം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. അവ ഇന്ത്യ വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ശക്തികളുടെ കരുത്തു കൂട്ടുന്നതിലേക്ക് നയിക്കുകയും ദക്ഷിണേഷ്യയെയും വിശാലമായ രാജ്യാന്തര ക്രമത്തെയും കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ബലൂചിസ്ഥാനിലെ പാകിസ്ഥാന്റെ ചൂഷണം തടയുന്നത് ബലൂചിസ്ഥാൻ ജനതയുടെ നീതിയുടെ കാര്യം മാത്രമല്ല, അത് ആഗോള സുരക്ഷയുടെ കൂടെ കാര്യമാണ്. ഒരു കാര്യം കൂടി, ബലൂചിസ്ഥാൻ ഞങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുകയല്ല. മാത്രവുമല്ല, ചൈനയായാലും പാകിസ്ഥാനായാലും ഏത് വിദേശ രാജ്യമായാലും ബലൂജിലെ ജനത അത് അനുവദിക്കില്ല. ഞങ്ങളുടെ പരമാധികാരത്തിൽ ഒരു വിലപേശലും നടക്കില്ല. സ്വാതന്ത്ര്യത്തിനും ശരിയായ ഉടമസ്ഥാവകാശത്തിനുമായുള്ള അന്തസ്സോടെയുള്ള ഞങ്ങളുടെ പോരാട്ടം അനുസ്യൂതം തുടരും. ഈ സത്യങ്ങൾ തിരിച്ചറിയാനും മാതൃരാജ്യത്തിനും പ്രകൃതി സമ്പത്തിനുമേലുള്ള സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണത്തിനുമുള്ള ബലൂച്ച് ജനതയുടെ ന്യായമായ ആഗ്രഹത്തെ പിന്തുണയ്ക്കാനും ഞങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് കത്ത്. ട്രംപിനും മാർക്കോ റൂബിയോയ്ക്കും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനും കത്ത് ടാഗ് ചെയ്തിട്ടുമുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിക്കുന്ന ട്രംപ് കത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. മിർ യാർ ബലൂച്ചിന്റെ കത്ത് മസ്കിന്റെ Xലായതുകൊണ്ടാണോ എന്തോ ഇനി വാൽകഷ്ണം. അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിച്ചെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കബളിപ്പിച്ചു കല്യാണം നടത്തുന്ന ബ്രോക്കർമാരെ പോലെ ബലൂച്ച് പ്രവിശ്യയിലെ സ്വത്ത് കാണിച്ച് ട്രംപിനെ പറ്റിച്ചെന്നൊക്കെ പറയുമ്പോൾ രാജ്യാന്തര രാഷ്ട്രീയത്തിന്റെ ഒരു പോക്കേ എന്നൊക്കെ അറിയാതെ ചോദിച്ചു പോകും.